എൻ്റെ മകൻ ഒന്നിനും കൊള്ളാത്തവനാണെന്ന് വിശ്വസിക്കാൻ എനിക്കാവുന്നില്ല. അലക്സ് നല്ലൊരു ഡ്രാഫ്റ്റ്സ്മാൻ ആണെന്ന് സമ്മതിച്ചു, പക്ഷേ മറ്റൊന്നും തന്നെ അയാൾ പഠിച്ചിട്ടില്ല വേണ്ടതുപോലെ. ആൽബർട്ട്, നിങ്ങൾ എൻ്റെ കീഴിൽ പണിയെടുത്തിരുന്ന കാലത്ത് കാര്യമായിട്ടൊന്നും പഠിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ. ശരിയാണ്, നിങ്ങൾ സ്വയം വഴി കണ്ടെത്തി മുന്നോട്ട് പോയി, എൻ്റെ ജീവിതം തകർത്തുകൊണ്ട്. എന്നെ മാത്രമല്ല, പലരെയും ചവിട്ടി മെതിച്ചുകൊണ്ട്. നോക്ക്, ഞാൻ ആരെയും മനഃപൂർവ്വം ചതിച്ചിട്ടില്ല. എൻ്റെ മുന്നിൽ ചില വാതിലുകൾ തുറന്നു കണ്ടു, ഞാൻ അതിലൂടെ മുന്നോട്ട് പോയി, അത്രമാത്രം. എല്ലാ വാതിലുകളും എന്നും നിങ്ങളുടെ മുന്നിൽ തുറന്നിരുന്നു. നിങ്ങൾ ആ വാതിൽ എൻ്റെ മകന് നേരെ കൊട്ടിയടയ്ക്കരുത്. അവസാനത്തെ കൂതാശ സ്വീകരിക്കുന്നതിന് മുമ്പ് എനിക്ക് അവൻ്റെ കഴിവുകൾ കണ്ണിറയെ കാണണം. സ്വന്തം കാലിൽ നിൽക്കാൻ കഴിഞ്ഞാൽ അവന് വിവാഹം കഴിക്കാം. കാതറിൻ്റെ കാര്യം അറിയാമല്ലോ. അപ്പനും അമ്മയും ഇല്ലാത്ത കുട്ടിയാണവൾ. ഞാനാണ് അവളെ എടുത്തു വളർത്തിയത്. വിവാഹത്തിന് അവൾക്ക് താല്പര്യമുണ്ടോ? അവളേക്കാൾ താല്പര്യം അലക്സിനാണ്. നിങ്ങൾ സ്വന്തമായി എന്തെങ്കിലും ചെയ്യാൻ അവനെ അനുവദിച്ചാൽ. ഇതൊരു ശല്യമായല്ലോ. നിങ്ങളുടെ മകന് വേണ്ടി ഞാൻ എന്ത് ചെയ്യണമെന്നാണ്? അത് ആ ഗ്രീൻ വാലിയിലെ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ നിങ്ങൾ അവനെ ഏൽപ്പിക്കണം. പക്ഷേ ആ ബിൽഡിംഗ് അത് ഞാൻ തന്നെ ചെയ്യാൻ തീരുമാനിച്ചതാണല്ലോ. നിങ്ങൾക്കതിൽ താല്പര്യമില്ലെന്നല്ലേ പറഞ്ഞത്? താല്പര്യമില്ലെന്നോ? എന്നാര് പറഞ്ഞു? നിങ്ങൾ തന്നെ കുറച്ച് മുമ്പ്. അലക്സ് പ്ലാനും എസ്റ്റിമേറ്റും എല്ലാം തയ്യാറാക്കി കഴിഞ്ഞു. ഓ, അത്രത്തോളം എത്തിയോ? എന്നിട്ട് ആ പ്ലാൻ അവർക്ക് ഇഷ്ടപ്പെട്ടോ? നിങ്ങൾ അംഗീകരിച്ചാൽ മാത്രം. എങ്കിൽ സ്വന്തമായി പണിയാൻ അവർ അലക്സിനെ അനുവദിക്കും അല്ലേ? അവൻ്റെ ഡിസൈൻ വളരെ പുതുമയുള്ളതാണെന്നാണ് അവരുടെ അഭിപ്രായം. എന്ന് വെച്ചാൽ ഞാൻ ഉണ്ടാക്കുന്ന പോലെ പഴഞ്ചനല്ലെന്ന്. അപ്പോൾ അവർ വന്നത് അലക്സിനെ കാണാനാണ്, എന്നെ അല്ല. നിങ്ങളെ കാണാനാണ് അവർ വന്നത്. നിങ്ങളുടെ അനുഗ്രഹത്തോടു കൂടി അലക്സ് അത് ചെയ്യുമോ എന്നറിയാൻ. നോ, ഞാൻ ആരെയും അനുഗ്രഹിക്കാനൊന്നും പോകുന്നില്ല. ഞാനായിട്ട് ഒരുത്തിന് വഴി മാറി കൊടുക്കാനും പോകുന്നില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ തന്നെ മരിക്കണമെന്നാണോ? എൻ്റെ മകനെക്കുറിച്ച് നേരിയ പ്രത്യാശയ്ക്ക് പോലും വകയില്ലാതെ. എനിക്കിത്തിരി വെള്ളം തരുമോ? അലക്സ്, നിങ്ങളുടെ അപ്പന് നല്ല സുഖമില്ല. അദ്ദേഹത്തെ വീട്ടിലേക്ക് കൊണ്ടുപോകും. എന്താണപ്പാ? എന്നെ കൈക്ക് പിടിക്കുക, നമുക്ക് പോകാം. ശരി, പോകാം. കാതറിൻ, നീ വരൂ. നന്ദി ആൽബർട്ട്, എല്ലാറ്റിനും നന്ദി. കാതറിൻ നിൽക്കൂ, എനിക്കൊരു കത്ത് തയ്യാറാക്കാനുണ്ട്. ഇതിനെല്ലാം ഞാൻ നിന്നോടാണോ നന്ദി പറയേണ്ടത്? അയ്യോ, അങ്ങനെയൊന്നും പറയല്ലേ. വിവാഹം കഴിക്കാൻ നിനക്ക് ധൃതിയായി അല്ലേ? അലക്സും ഞാനുമായിട്ടുള്ള മനസ്സമ്മതം കഴിഞ്ഞിട്ട് 3-4 വർഷമായി. അതുകൊണ്ട് ഇനിയും വൈകാൻ പറ്റില്ലെന്നല്ലേ? അലക്സിനും അച്ചായനും വിവാഹം ഉടനെ നടക്കണമെന്നാണ്. എനിക്ക് സമ്മതിക്കലേ വഴിയുള്ളൂ. കാതറിൻ, നിനക്ക് അലക്സിനെ ശരിക്കും ഇഷ്ടമാണല്ലേ? ഒരിക്കൽ എനിക്കിഷ്ടമായിരുന്നു. ഞാനിവിടെ അങ്ങേയടുത്ത് വരുന്നതിന് മുമ്പ്. പക്ഷെ ഇപ്പോഴില്ല, തീരെയില്ല. അറിയില്ലേ, എനിക്കിപ്പോൾ ഒരാളെ മാത്രമേ ഇഷ്ടമുള്ളൂ. ഈ ലോകത്ത് ഇനി മറ്റാരെയും ഞാൻ ഇഷ്ടപ്പെടുകയില്ല. എന്നിട്ട്
നീ എന്നെ ഉപേക്ഷിച്ച് പോകാനൊരുങ്ങി, എന്നെ ഇവിടെ തനിച്ചാക്കിയിട്ട്. ഞാനായിട്ടത് ചെയ്യില്ല. നീ അലക്സിനെ വിവാഹം കഴിച്ചോളൂ, പക്ഷെ അവൻ്റെ വ്യാമോഹങ്ങൾ ഇല്ലാതാക്കണം. അവനിവിടെ തുടരണമെന്നാണ് എൻ്റെ ആഗ്രഹം. കാതറിൻ, എങ്കിലല്ലേ നീയും എൻ്റെ അടുത്തുണ്ടാവുള്ളൂ. ഓ ജീസസ്, അങ്ങ് എത്ര നല്ലവനാണ്. ഞാൻ എങ്ങനെ ഇതിന് നന്ദി പറയേണ്ടത്? ആൽബർട്ട്, ഞാൻ വന്ന സമയം ശരിയായില്ല. ഏയ് ഒന്നുമില്ല, ഒരു കത്ത് കൂടി തയ്യാറാക്കാനുണ്ട്. എന്താ ആലീസ്? ഡോക്ടർ ഐസക് has come. Can you come? ഡോക്ടറോട് ഒരു നിമിഷം വെയിറ്റ് ചെയ്യാൻ പറയൂ. Come soon. ഓക്കെ. മാഡം എന്നെ പറ്റി എന്ത് വിചാരിച്ചു കാണും? സാധാരണയിൽ കവിഞ്ഞൊന്നുമില്ല. ഏതായാലും നീ ഇപ്പം പൊയ്ക്കുള്ളൂ. ഞാൻ പറഞ്ഞ കാര്യം ഓർമ്മയുണ്ടല്ലോ, നാളെ തന്നെ കാര്യങ്ങൾക്കൊരു തീരുമാനമുണ്ടാവണം. ഞാനത് പറഞ്ഞ് ശരിയാക്കും. ഇല്ലെങ്കിൽ അലക്സുമായിട്ടുള്ള ബന്ധം പിരിയാനും ഞാൻ തയ്യാറാണ്. പിരിയാനോ? നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? എനിക്കിവിടെ നിൽക്കണം. അങ്ങേ വിട്ടുപോകാൻ എനിക്കാവില്ല. നാശം. അപ്പോൾ അലക്സിന്റെ കാര്യമോ? എനിക്ക് അലക്സിനെയാണ് ആവശ്യം. അലക്സ് ഇവിടെ തുടരാതെ. അപ്പോ അങ്ങേക്ക് വേണ്ടത് അലക്സിനെയാണ്, എന്നെയല്ല. അങ്ങനെയല്ല കാതറിൻ, എനിക്ക് ഏറ്റവും ആവശ്യം തന്നെയല്ലേ. അതിനുവേണ്ടി അലക്സ് ഇവിടെ തുടർന്നല്ലേ പറ്റൂ. ഞാൻ പോകുന്നു. നിൽക്കൂ. അലക്സ് വരച്ച പ്ലാൻ അവിടെ ഉണ്ടോ? അത് കൊണ്ടുപോയിട്ടില്ലെന്ന് തോന്നുന്നു. ഞാനൊന്ന് നോക്കട്ടെ. പണി തകൃതിയായി നടക്കുന്നുണ്ടല്ലോ. ആ, അങ്ങനെ പോകുന്നു. നിങ്ങൾ നടന്നോളൂ, ഞാൻ ഇവിടെ ഇരിക്കട്ടെ കുറച്ചു നേരം. ഓക്കെ, അലീസ് ഇരുന്നോളൂ, ഞങ്ങൾ ഉടനെ എത്താം. ഡോക്ടർ വരില്ലേ? ഡിന്നർ ഇവിടെയാവാം. ഇല്ല ആലീസ്, ഞാൻ അതുവഴിയേ പോകും. നാളെ കാണാം. ഓക്കെ, ബൈ. ബൈ. നിങ്ങളുടെ ഭാര്യ ഈയിടെയായി കൂടുതൽ അസ്വസ്ഥയാണെന്ന് തോന്നുന്നു. ഡോക്ടർക്കറിയാമല്ലോ, അമ്മ നമ്മുടെ നാട്ടുകാരിയാണെങ്കിലും ആലിസ് ഇപ്പോഴും അപ്പൻ്റെ ഇംഗ്ലീഷ് പ്രഭുത്വത്തിൻ്റെ നിഴലിലാണ്. അനുഭവിച്ച ദുരന്തങ്ങൾ ഉൾക്കൊള്ളാൻ അവളുടെ മനസ്സ് മടിക്കുന്നു. പറയാൻ ബുദ്ധിമുട്ടുണ്ട്, എന്നാലും നിങ്ങളുടെ കൂടെ ഒരു ചെറുപ്പക്കാരി ദിവസം മുഴുവൻ. യു മീൻ കാതറിൻ? നിങ്ങൾ ആ കുട്ടിയും തമ്മിൽ ബന്ധമൊന്നുമില്ലായിരിക്കാം, പക്ഷേ ആലീസ്, അവർക്ക് വേണ്ടി നിങ്ങൾ കുറേ കൂടി സമയം കണ്ടെത്തണം. ഡോക്ടർ പറയുന്നത് ശരിയാണ്. ആലീസിന് വേണ്ടി ഞാൻ കുറേ കൂടെ സമയം കണ്ടെത്താം. പക്ഷേ ഡോക്ടർ, കാതറിൻ്റെ കാര്യത്തിൽ എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. നിങ്ങൾക്കെന്താ ഒരു സെക്രട്ടറിയെ കണ്ടെത്തിക്കൂടെ? ഒരു പുരുഷൻ? ഏതെങ്കിലും ഒരുത്തനെ പിടിച്ചു നിർത്താനോ? പറ്റില്ല ഡോക്ടർ, അത് ശരിയാവില്ല. പക്ഷേ നിങ്ങളുടെ ഭാര്യയ്ക്ക് അവളെ കാണുന്നതേ സഹിക്കാൻ വയ്യെങ്കിൽ? സഹിച്ചേ പറ്റൂ. കാതറിന് പകരം മറ്റൊരാളെ നിർത്താൻ എനിക്ക് പറ്റില്ല. ആരെയും? ആരെയും